നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മറുകുകൾ അഥവാ ബർത്ത് മാർക്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണെന്നോ അതിന്റെ അർത്ഥം എന്താണെന്നോ ആലോചിച്ചിട്ടുണ്ടോ? മറുകിന്റെ സ്ഥാനം നോക്കി നിങ്ങളുടെ സ്വഭാവവും പേഴ്സണാലിറ്റിയും ഭൂതവും ഭാവിയും ഒക്കെ പറഞ്ഞു തരുന്ന ആളുകൾ ഇന്നുണ്ട്. എന്നാൽ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? സത്യത്തിൽ എന്താണ് ഈ മറുകുകൾ? അവ ഭാഗ്യത്തിന്റെ ചിഹ്നങ്ങളാണോ? അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വെൽക്കം ടു ദ വീഡിയോ. അപ്പൊ എന്താണ് ഈ മറുക് അല്ലെങ്കിൽ ബർത്ത് മാർക്സ്? ഒരാളുടെ ജനന സമയത്തോ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ആഴ്ചകളിലോ പ്രത്യക്ഷപ്പെടുന്ന ചില പാടുകളെയാണ് നമ്മൾ മറുകുകൾ എന്ന് വിളിക്കുന്നത്. മറുകുകൾ ശരീരത്തിന്റെ ഏത് ഭാഗത്തും ഉണ്ടാവാം. കളർ, സൈസ്, ഷേപ്പ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ പല തരത്തിൽ മറുകുകളുണ്ട്. ചിലത് പെർമനന്റ് ആയിരിക്കും, ചിലത് കുറച്ച് നാൾ കഴിയുമ്പോൾ വലുതായി വരും, എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയി ഇല്ലാതാവുന്ന മറുകുകളും ഉണ്ട്. മറുകുകൾ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ട് തരത്തിലാണ്: വാസ്കുലർ, പിഗ്മെന്റഡ്. ഇതിൽ വാസ്കുലർ ബർത്ത് മാർക്സ് എങ്ങനെ ഉണ്ടാവുന്നത് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസ് സാധാരണ കാണപ്പെടേണ്ട രീതിയിലല്ലാതെ എവിടെയെങ്കിലും കൂടിച്ചേർന്ന രീതിയിൽ കാണുന്നതിനാണ് വാസ്കുലർ ബർത്ത് മാർക്സ് എന്ന് വിളിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തേത് സാൽമൺ പാച്ചസ്, കണ്ണുകൾക്ക് നടുവിലോ കഴുത്തിന് പുറകിലോ ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. രണ്ടാമത്തേത് ഹെമൻജിയോമാസ്, ഇത് പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിന് ചെറിയ അല്ലെങ്കിൽ സ്ട്രോബെറി ഹെമൻജിയോമാസ് എന്ന് വിളിക്കാറുണ്ട്. മൂന്നാമത്തേത് പോർട്ട് വൈൻ സ്റ്റെയിൻസ്, ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് മുഖത്തും കഴുത്തിലുമൊക്കെയാണ്. ഇനി പിഗ്മെന്റഡ് നോക്കുകയാണെങ്കിൽ അതിലും 3 ടൈപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തേത് കഫേ ഔലൈറ്റ് സ്പോട്സ്, രണ്ടാമത്തേത് മംഗോളിയൻ ബ്ലൂ സ്പോട്സ്, പിന്നെ മൂന്നാമത്തേതായി നമ്മൾ സാധാരണ കൂടുതൽ കാണുന്ന മോൾസ്, സാധാരണ മറുകൾ, അതിനെ വിളിക്കുന്നത് കോൺജനിറ്റൽ നെവൈസ് എന്നാണ്. ഇത് കറുപ്പ് നിറത്തിലാണ് കൂടുതൽ കാണാറുള്ളത്. ഇനി എങ്ങനെയാണ് മറുകൾ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. പലതരത്തിലുള്ള മറുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതിനെ പറ്റി ഇന്നും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിലൊരു കൺക്ലൂഷൻ എത്തിയിട്ടില്ല. എന്നാൽ സാധാരണ നമ്മൾ കാണാറുള്ള കറുത്ത മറുകൾ ഉണ്ടാവുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മുടെ ഹ്യൂമൻ സ്കിന്നിന്റെ ഏറ്റവും മുകളിലുള്ള 2 ലെയറുകളാണ് എപ്പിഡെർമിസും ഡെർമിസും. അപ്പോൾ ഈ 2 ലെയറുകൾക്കിടയിൽ മെലനോസൈറ്റ് എന്ന് പറയുന്ന ഒരു സെല്ലുണ്ട്. ഈ സെല്ലുകളിലുള്ള ഡാർക്ക് പിഗ്മെന്റ് ആയ മെലാനിൻ ആണ് നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള കളർ തരുന്നത്. ഒരു അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് വളരുന്ന സമയത്ത് ഈ മെലനോസൈറ്റ് സെല്ലുകൾ നെർവ് സെൽസുമായി അറ്റാച്ച്ഡ് ആയിരിക്കും. പിന്നീട് കുഞ്ഞ് കൂടുതൽ വളരുന്നതോടെ ഇത് കണ്ണിലും രോമങ്ങളിലും സ്കിന്നിലും ഒക്കെ സ്പ്രെഡ് ആവുന്നു. ഇങ്ങനെ സ്പ്രെഡ് ആവുന്നതിനിടയിൽ ചില മെലനോസൈറ്റ് സെല്ലുകൾ സ്കിന്നിന്റെയും അതിനടിയിലുള്ള ഫാറ്റിന്റെയും ഇടയിൽ കുടുങ്ങുന്നു. ഈ കുടുങ്ങുന്ന സെല്ലുകളാണ് പിന്നീട് മറുകുകളായിട്ട് കാണപ്പെടുന്നത്. ജനിക്കുന്ന സമയത്ത് ഇല്ലാതെ പിന്നീട് തെളിഞ്ഞു വരുന്ന മറുകുകളുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന മറുകുകളും ഉണ്ട്. അപ്പോൾ ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം: മറുകുകൾ ഭാഗ്യചിഹ്നങ്ങളാണോ? ശരിക്കും മറുകുകളെ ചുറ്റിപ്പറ്റി ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഒരു വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് ഈ മറുകിന്റെ ലക്ഷണവും അതിന്റെ ഒരു പൊസിഷനൊക്കെ നോക്കി മനസ്സിലാക്കാമെന്നുള്ളത്. ശരിക്കും ഇതൊരു മിത്ത് അഥവാ കെട്ടുകഥ മാത്രമാണ്. അതുപോലെ മറ്റൊന്നാണ് ഒരാളുടെ മുഖത്തോ കഴുത്തിലോ ചെവിയിലോ അങ്ങനെ എവിടെയെങ്കിലുമുള്ള മറുകുകളും അതിന്റെ പൊസിഷനും നോക്കിയതിനു ശേഷം അയാളുടെ പേഴ്സണാലിറ്റി, സ്വഭാവം, ഫ്യൂച്ചർ എന്നിവയെക്കുറിച്ചെല്ലാം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതും ഒരു വിശ്വാസം അഥവാ സൂപ്പർസ്റ്റിഷൻ ആണെന്നല്ലാതെ അതിനും സയന്റിഫിക് ആയി ഒരു എവിഡൻസും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ മറുകുകൾ ഭാഗ്യചിഹ്നങ്ങൾ അല്ല എന്ന് മാത്രമല്ല, പലപ്പോഴും പല മറുകുകളും അപകടകാരികളാവാറുമുണ്ട്. നിറം മാറുകയും വളരുകയും ചെയ്യുന്ന ചില അപൂർവ മറുകുകൾ സ്കിൻ ക്യാൻസറായി മാറാറുമുണ്ട്. മറുകുകളെ പറ്റി കൂടുതൽ അറിയാൻ ഈ വീഡിയോയിലൂടെ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.